കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതല്ല, ജിം ജിഹാദിലേക്ക് കിടക്കുകയാണ്. ജിമ്മുകൾ ഇസ്ലാമിക ജിമ്മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? അല്ല, അതിപ്പോൾ ഒരു കാര്യമുള്ളത്, എല്ലാ സ്ഥലങ്ങളിലും അക്കാദമിക് രംഗം എടുക്കുകയാണെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കും. ഹിന്ദു ഹിസ്റ്ററി പഠിപ്പിക്കുന്നില്ല, ക്രിസ്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്നില്ല, ജൂസ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നില്ല, ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ പ്രൊഫസർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇസ്ലാമിക് ബോട്ടണി ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എല്ലാം ഇസ്ലാമിക് ആകുമ്പോൾ അങ്ങനെ പറയൂല. അപ്പോൾ ഇസ്ലാമിക ഭക്ഷണം, ഇസ്ലാമിക വസ്ത്രധാരണം, ഇസ്ലാമിക പരിപാടികൾ, ഇസ്ലാമിക രാഷ്ട്രീയം, അത് ഇസ്ലാമിൻ്റെ ഒരു ശീലമാണ്. അവരങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ജിമ്മ് ഇപ്പോൾ ഉണ്ടാക്കിയാണ്. പക്ഷേ ഈ ജിമ്മിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അറബി ഭക്ഷണങ്ങളുടെ പോപ്പുലറൈസേഷൻ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. ഈ വഴിയോരങ്ങളിലൊക്കെ അല്ല അൽഫഹല എന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങളൊക്കെ കാണാം. എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. അറബി ഭക്ഷണം, ഈ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ അറബി ഭക്ഷണത്തിന് വലിയ ക്രൈസാണ്. കാരണം അറബി ഭക്ഷണം കഴിച്ച് നല്ല മുസ്ലിം ആകാൻ അറബി ഭക്ഷണം കഴിക്കണം എന്നുകൂടി അവർ സങ്കല്പിക്കുന്നുണ്ട്. ഗുരുതര രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. അല്ല, അതുണ്ടായിക്കോട്ടെ, പക്ഷെ നല്ല മുസ്ലിം ആകണം എന്നുണ്ടെങ്കിൽ അറബി ഭക്ഷണം കഴിക്കണം. നല്ല മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ ഹലാലായിട്ടുള്ള വീട് വെച്ചിട്ട് ഹലാലായിട്ടുള്ള വീട്ടിൽ താമസിക്കണം, ഹലാലായിട്ടുള്ള ബാങ്കിങ് വേണം, ഇങ്ങനെ എല്ലാം ഹലാൽ വേണം. അപ്പോൾ ഈ ഒരു ഹലാലായ ജിമ്മാണ് ഉണ്ടാക്കുന്നത്. അത് ഇസ്ലാമിക ജിമ്മാണ്. അപ്പോൾ അതിൽ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. ബുർക്ക ഇട്ടിട്ട് വേണം സ്ത്രീകൾ ഇസ്ലാമിക ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്. പുരുഷന്മാരും അതുപോലെ തന്നെയൊക്കെ വെച്ചിട്ട് എല്ലാം മറക്കേണ്ടതൊക്കെ മറച്ചു വെച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. പാട്ട് ഉണ്ടാകില്ല. സംഗീതം ഇസ്ലാമിൻ്റെ ശത്രുവാണ്. കലാപ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുവാണ്. സംഗീതം നൃത്തമൊന്നും പാടില്ല. സംഗീതം നൃത്തമൊന്നും ഇസ്ലാമിൽ പാടില്ല. മാപ്പിളപ്പാട്ടൊക്കെ പ്രശ്നമാണ്. മാപ്പിളപ്പാട്ടുമൊക്കെ പ്രശ്നമാണ്. അതൊന്നും പാടില്ല. ഇസ്ലാമിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കുക സിനിമയിൽ വരുന്നവരൊന്ന്, അത് അവർക്ക് ചില്ലറ ഉള്ളതിൻ്റെ പേരിൽ അവർക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ചില്ലറയ്ക്ക് ഇതിൻ്റെ മുകളിലാണല്ല. അപ്പോൾ അതുകൊണ്ടാകാം. അല്ലെങ്കിൽ അത് പാടില്ല. ഏതൊരു പെൺകുട്ടി നൃത്തം ചെയ്തിട്ടോ ഒരു പെൺകുട്ടി പാട്ട് പാടിയിട്ടൊക്കെ ഇടപെട്ടില്ല. സ്റ്റേജിൽ സ്ത്രീകൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പുരുഷന്മാർ വേണമെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് വരെ ഇപ്പോൾ പ്രശ്നമാണ്. മദർ സ്ത്രീ അല്ലേ, അപ്പോൾ സ്ത്രീ അപ്പോൾ അത് പറ്റില്ല എന്നൊക്കെ അവർ പറയാം. എന്ത് വേണമെങ്കിലും പറയും. അങ്ങനെ ഫാദർ ബോർഡ് ആക്കണമെന്ന് പറഞ്ഞാൽ പറയും, അവരങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക ഭീകരവാദികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു കേന്ദ്രമായി ഈ ജിമ്മുകൾ മാറും. ആദ്യത്തെ ജിം ജിഹാദിൻ്റെ തുടക്കം പുതുനഗരം എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയുടെ അപ്പുറത്തുള്ളതാണ് പുതുനഗരം. ആ പ്രദേശത്തൊരു മുസ്ലിം സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലമാണ് പുതുനഗരം. അതാണ് പുതുനഗരത്തിൻ്റെ പ്രത്യേകത. പുതുനഗരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഹിന്ദു മുസ്ലിം സ്പർദ്ധകളും കലഹങ്ങളും നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് പുതുനഗരം. ആ പുതുനഗരത്താണ് എന്ത് വന്നിരിക്കുന്നത്, കൊടുവായൂർ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ പുതുനഗരം കഴിഞ്ഞ് വരുമ്പോൾ തത്തമംഗലം കഴിഞ്ഞ് ചിറ്റൂർ, ഇതാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് അവർ ആധിപത്യം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത്. അപ്പോൾ ഇതിൽ വഴി എന്താ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക് ജിഹാദിന് വേണ്ട പ്രിപ്പറേഷൻ കൊടുത്തുകൊണ്ട് ടെറർ ഗ്രൂപ്പുകൾക്കുള്ള പരിശീലന വേദിയായിട്ട് അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുമായിട്ട് ഇത് വരും. അതാണ് ഇതിൻ്റെ അപകടം വരാൻ പോകുന്നത്. കാരണം അത് കരുതിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിന് അപകടം സംഭവിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. രാജ്യം അപകടത്തിലേക്ക് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കരുതിയിരിക്കണം. ഇത് കരുതിയിരുന്നാൽ മാത്രമേ ഇതിന് ശരിയാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുക തന്നെ വേണം. കാരണം അതൊക്കെ ഒരു മനുഷ്യ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിങ്ങളുടെ മനുഷ്യ സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനുഷ്യ സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. മതസ്വാതന്ത്ര്യം, മനുഷ്യ സ്വാതന്ത്ര്യം അതൊക്കെ അനുവദിക്കാം, പക്ഷേ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത് തരാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഇവർ മറ്റുള്ളവരെ വകവരുത്തണമെന്നാണല്ലോ ആദ്യം ആഗ്രഹിക്കുന്നൊരു കാര്യം. കാരണം കലിമ ചൊല്ലാത്തവനെയൊക്കെ കൊല്ലാമെന്ന് കരുതിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവൻ ഹറാമാണ്, അവൻ എന്താണ്, അവൻ കാഫിറാണ്. കാഫിറിനെ കാച്ചാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന രീതിയിൽ വരെയാണ് പുതിയൊരു ഇതിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഈ ഇസ്ലാമിക വസ്ത്രം പോപ്പുലറൈസ് 1980കളിലാണ് അതിൻ്റെ തുടക്കം. ഇസ്ലാമിക വസ്ത്രം പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി മാധ്യമം പത്രത്തിന് പൈസ കൊടുത്തിരുന്നു, ഇസ്ലാമിക ഫണ്ട് ഉണ്ടായിരുന്നു. അത് പറഞ്ഞത് വേറെ ആരുമല്ല, ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നില്ല പണ്ട് ഇന്ത്യ വിഷനിൽ, അദ്ദേഹം പറഞ്ഞതാണത്. ഞാനല്ലത് പറയുന്നത്, അദ്ദേഹമാണ് പറഞ്ഞത്. ഇങ്ങനെ ഇസ്ലാമിക വസ്ത്രത്തിൻ്റെ പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ കാശ് വാങ്ങിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഗുണമുണ്ട്, അല്ലാഹുവിന് വേണ്ടിയാണെങ്കിലും കാശ് കിട്ടാതെ അവർ പ്രവർത്തിക്കില്ല. അങ്ങനെ ഒരു വലിയ മെച്ചം അവർക്കുണ്ട്. അപ്പോൾ ഇസ്ലാമിക ഫുഡിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ഇസ്ലാമിക മതപ്രചാരണത്തിന് വേണ്ടി, ഇസ്ലാമിക ജീവിത രീതികളുടെ പ്രചാരണത്തിന് വേണ്ടി, ഇസ്ലാമിക ആശയപ്രചാരണത്തിന് വേണ്ടിയൊക്കെ പണം വാങ്ങിച്ച് ആ കൂട്ടത്തിൽ ഇസ്ലാമിക വസ്ത്രങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി കാശ് വാങ്ങിച്ച്, അങ്ങനെ 80കൾ മുതലാണ് ഈ ബുർക്കയും പിന്നെന്താണ് പർദ്ദയും ഈ ഹിജാബും ഒക്കെ പോപ്പുലറൈസ് ചെയ്തെടുത്തതിൽ ഇസ്ലാമിക ഇവരുടെ പങ്ക് വളരെ വലുതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അവരാണത് ചെയ്തിട്ടുള്ളത്. കാരണം ഈ മുസ്ലിം പ്രദേശം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അറബി വസ്ത്രം ധരിച്ച് നടക്കുന്ന ധാരാളം ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് മലപ്പുറത്ത് കാണാൻ കഴിയും. ആ ഫുള്ളില്ലേ ഇങ്ങനെ അച്ഛന്മാരുടെ ലോഹ പോലത്തെ ഒരു സാധനം വിട്ട് നടക്കുന്നവരെ കാണാൻ പറ്റും. അച്ഛന്മാർ പോലും ഇപ്പോൾ തിരുവസ്ത്രം ഉപയോഗിക്കുന്നത് പള്ളിയിലെ ചടങ്ങുകൾ വരുമ്പോഴാണ്. ഇവരങ്ങനെയല്ല, അതിലിങ്ങനെ ആവേശഭരിതരായിട്ട് അതിട്ട് നടക്കുന്നത് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ. ഇവിടെയുണ്ട്, ഇവിടെ നമ്മൾ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് അങ്ങനെ വളരെ അധികം കാണാറില്ല, പക്ഷേ മലപ്പുറത്ത് ഫ്രീക്വൻ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പുതുനഗരത്തിൽ വരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലവും കൂടിയാണത്. മുസ്ലിം കേന്ദ്രമാണത്. അവിടെ ജിമ്മ് വരിക എന്ന് പറഞ്ഞാൽ ആ ജിമ്മിൻ്റെ മറവിൽ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അഥവാ അങ്ങനെ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ടെറർ ഗ്രൂപ്പുകളുടെ റിക്രൂട്ടിംഗ് സെൻറ്റേഴ്സ് ഒരുപാടുണ്ടല്ലോ. അതെ, ഇവരൊരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചില്ലേ. പത്രസ്ഥാപനത്തെ ഇവർ ഉപയോഗിച്ചില്ലേ. മാധ്യമം അതല്ലേ, മാധ്യമം ഇന്ത്യ എന്താണ് അതിൻ്റെ പേര്, മുഴുവൻ ചാനൽ, മീഡിയ അത് ആ മുഴുവൻ ചാനലിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അവർ ഇസ്ലാമിക ഫണ്ടിങ് കിട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. മാധ്യമം പത്രം ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇറങ്ങുന്നുണ്ടായിരിക്കും അല്ലേ, ഇപ്പോൾ കാണാറില്ല. അതേ പൂട്ടിപ്പോയാ മാധ്യമപത്രം ഇപ്പോഴുണ്ട്. അല്ല, ഫണ്ടിങ് നിലച്ചെന്ന് തോന്നുന്നു, കുറേ പേരെയൊക്കെ പിരിച്ചു വിട്ടെന്ന് തോന്നുന്നു അവർ. പക്ഷേ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ആയി, നല്ല ചില്ലറയായി. ഇനിയിപ്പോൾ എവിടെ നിന്ന് കാശ് കിട്ടിയാലും ഇതൊക്കെ വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ മാധ്യമം ഇപ്പോഴും ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഴുവനും അവിടെയുള്ള മലയാളികൾക്ക് അവരുടെ പത്രമായിട്ട് അവർ മാധ്യമത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുമാനം കാണും അവർക്ക്. അതൊക്കെ നല്ല രീതി. അതിൽ നിന്ന് ഈ അത്തരം സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫണ്ട് വരുത്താൻ പറ്റുമോ? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഫണ്ട്സ് എന്ന നിലക്ക് ഫണ്ട്സ് വരുത്താൻ കഴിയും. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കണം. കാരണം ഇസ്ലാമിക ഫണ്ടിങ് അതിന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നേർലക്ഷ്യമായിരിക്കില്ല. നമ്മൾ വളരെ കരുതിയിരിക്കണം. കേരളത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഏത് ഇസ്ലാമിക ടെറർ ഗ്രൂപ്പ് എടുത്താലും അതിൽ 3 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും കേരളത്തിൽ നിന്ന് കാണും. ഏത് ടെറർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും എന്നും ടെറർ ഗ്രൂപ്പുകളുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. ജോസഫ് മാഷിനെ കൈവെട്ടേണ്ടി വന്നപ്പോൾ കൈവെട്ടി,
ജോസഫ് മാസ്റ്ററെ കൈ വെട്ടുന്നതിന് മുമ്പാണ് പട്ടികളുടെ തലയറുത്തുകൊണ്ട് രംഗത്ത് വന്നത്. അതെ. പിന്നെ അവർക്ക് യാതൊരു എളുപ്പമില്ല. രഞ്ജിത്ത് ശ്രീനിവാസനെ നേരെ പട്ടാപ്പകൽ അതിരാവിലെ വീട്ടിൽ കയറിയിട്ട് വെട്ടിക്കൊല്ലുകയും ചെയ്തു. അയാൾ ഒരു ഉപദ്രവദ്രോഹവും ചെയ്തിട്ടില്ല ഒരാൾക്കും. ഈ ജോസഫ് മാഷും ഒരു ദ്രോഹവും ഒരാൾക്കും ചെയ്തിട്ടില്ല. പക്ഷേ കൈ വെട്ടുന്നതിന് മുമ്പ് കളമശ്ശേരിയിൽ ബസ് കത്തിക്കൽ കേസ്, തട്ടിക്കൊണ്ടുപോയി ബസ് കത്തിച്ച്. അപ്പോൾ ഏത് ടെറർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം ലോകത്ത്, ഇസ്ലാമിക ടെറർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം നടന്നാലും ആ പ്രവർത്തനത്തിൻ്റെ തുടക്കങ്ങളിൽ ഒന്ന് കേരളത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ഒന്ന് കരുതിയിരിക്കേണ്ടി വരും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ. സാധാരണ ജിമ്മല്ലല്ലോ. അല്ല, സാധാരണ ജിമ്മിൽ പാട്ടുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, അവിടെ ആരൊക്കെ വരുന്നു പോകുന്നറിയാൻ പറ്റും. ഇത് പറന്നിട്ടാണ് വരുന്നത്. ആർക്കറിയാൻ പറ്റും? ആണാണോ പെണ്ണാണോന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കണ്ണ് മാത്രമല്ലേ കാണുള്ളൂ, പൊക്കി നോക്കാനും പറ്റില്ല. അയ്യോ, വലിയ പ്രശ്നം, കലാപം ഉണ്ടായിക്കളായി. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അപ്പോൾ ടെററിസ്റ്റുകൾക്ക് ഒത്തുകൂടാനുള്ള ഒരു സങ്കേതമായി കൂടി അത് മാറാം. അതെ. അതുകൊണ്ട് അതത്ര ചെറിയ കാര്യമായിട്ട് അതിനെ കാണരുത്. അത് ഒട്ടും ചെറിയ കാര്യമായിട്ട് എനിക്കൊട്ട് തോന്നുന്നുമില്ല. നിങ്ങൾ അതിൻ്റെ ഒരു ഇതിൽ ഉപയോഗിച്ചാണെങ്കിലും ഇതാ ഒരു പുതിയ ജിഹാദ് വന്നിരിക്കുന്നു, ജിം ജിഹാദ്. അതിൻ്റെ തുടക്കവും കേരളത്തിലായിരിക്കുന്നു. ഇനി ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാകാം, നമ്മളറിയാഞ്ഞിട്ടും ആകാം. പക്ഷെ കേരളത്തിൽ ഇത് വരുന്നു, അതും പാലക്കാട് പുതുനഗരത്തിൽ. അതെ. ആ പുതുനഗരത്തിലേക്ക് ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനും അതിൻ്റെ ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കും. ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.